വളരെ കൃത്യമായ ഒരു ഡിബേറ്റ് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ കേരളത്തിൽ. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഡിബേറ്റ് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനം. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി, ടെക്നോക്രാറ്റുകളും സയൻറ്റിസ്റ്റുമാരും ടെക്നോളജി പഠിച്ചവരും റിസർച്ചേഴ്സും അഭിപ്രായം പറയേണ്ട സമയത്ത് പരസ്യമായി അഭിപ്രായം പറയാറില്ല. അവർ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ പോലും വളരെ അപൂർവം ആളുകളാണ് ലേഖനം എഴുതുക, എന്തെങ്കിലും പോപ്പുലർ ലേഖനമൊക്കെ എഴുതുന്നത്. അപൂർവം പേരാണ്, കുറച്ച് പേരേ ഉള്ളൂ. മഹാഭൂരിപക്ഷം പേരും ഇംഗ്ലീഷിൽ ടെക്നിക്കൽ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്ത്, കഴിയുമെങ്കിൽ പരമാവധി ഇൻ്റർനാഷണൽ ജേണലുകളിൽ പ്രസൻറ്റ് ചെയ്ത് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൂട്ടി വേറൊരു ലോകത്ത്, ഒരു മായാലോകം എന്ന് തന്നെ പറയാം. കാരണം ഇത് ഒരു പരിധിക്കപ്പുറം എല്ലാവർക്കും വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഒരു മായാലോകത്ത് ഇവർ ജീവിക്കുകയാണ്. അല്ലാതെ ഒരാളിൻ്റെ പേപ്പർ വന്നു ഉടനെ അതായി കൂട്ടുകാരൊക്കെ ആയി വേൾഡ് വെൽ നോൺ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് നോൺ റിസർച്ചർ, അതൊക്കെ കൊള്ളാം, അവരുടെ അക്കാഡമിക് കരിയറിന് കൊള്ളാം. അല്ലാതെ പൊതുസമൂഹത്തിന് അതുകൊണ്ട് മെച്ചം വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ കേരളത്തിൽ പ്രളയം ആണല്ലോ വന്നത്. 2016 വരൾച്ച വന്നു, 17 ഓഹി വന്നു, 18 പ്രളയം വന്നു, പിന്നെ ഇങ്ങോട്ട് ഉരുൾപൊട്ടൽ, പ്രളയം, വരൾച്ച, ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പോൾ നമുക്ക് വെള്ളമില്ല. 2 ആഴ്ച മുമ്പ് വലിയ മഴയായിരുന്നു. ഈ പ്രളയം വന്നപ്പോൾ ഒക്കെ നമ്മൾ ഇപ്പോൾ എഴുതി പിടിപ്പിക്കുന്നത്, ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്, വെള്ളത്തെ ഒഴുക്കിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒഴുക്കിക്കളയുന്നതല്ല ജല മാനേജ്മെൻ്റ് എന്ന് വളരെ കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. മുഴുവൻ ആളുകളും വായിക്കുകയും അത് ഡിബേറ്റ് ചെയ്യപ്പെടുകയും വേണം. പശ്ചിമഘട്ട മലനിരകളിലെ വെള്ളം കടലിലെത്തുന്നതിനെ ഒരൊറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട്, വരൾച്ചയെയും വെള്ളപ്പൊക്കത്തെയും ഒരു ദുരന്തത്തിൻ്റെ 2 മുഖമാണെന്ന് കണ്ടുകൊണ്ട് കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വാട്ടർ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റഗ്രേറ്റഡ്, സംയോജിതമായ ജല മാനേജ്മെൻറ്റ്, വാട്ടർ മാനേജ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം. അത് ഒരു വശത്ത് ഫ്ലഡ് കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം, മറുവശത്ത് ഡ്രോട്ട് കൺട്രോൾ ചെയ്യണം. അതിനുള്ള ഓരോ തോടിന് ചുറ്റുമുള്ള മൈക്രോ ലെവൽ വാട്ടർ ഷെഡ് മുതൽ, നീർത്തടം മുതൽ, നദിക്ക് ചുറ്റുമുള്ള റിവർ ബേസിൻ പ്ലാൻ വരെയുള്ളതിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അങ്ങനെ പോകാൻ അത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്, ജലസേചനവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റുമായി എല്ലാ വിഷയങ്ങളുമായും, ജലവകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ കൃത്യമായ ലാൻഡ് ആൻഡ് വാട്ടർ ബയോമാസ് മാനേജ്മെൻറ്റിലേക്ക് പോയല്ലാതെ കേരളത്തിൽ ഫ്ലഡ് നിയന്ത്രിക്കാൻ പറ്റില്ല, ഡ്രോട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട്, ഒരുപാട് ആളുകൾ, അവരെല്ലാവരും പറയുന്നത് മണൽ കംപ്ലീറ്റ് എടുത്ത് മാറ്റുക, സിൽട്ട് കംപ്ലീറ്റ് എടുത്ത് മാറ്റുക, അങ്ങനെ ഫ്ലോ കറക്റ്റാക്കി കൊടുക്കുക എന്നാണ്. ഇതല്ല വാട്ടർ മാനേജ്മെൻറ്റ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലോകത്തൊരിടത്തും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരിക്കൽ സന്തോഷ് കുളങ്ങര പറഞ്ഞതുപോലെ, കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളം മതി മലയാളിക്ക് ജീവിക്കാൻ. കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളമല്ലേ ഒഴുകി ഇങ്ങനെ കടലിലേക്ക് പോകുന്നത്. കുറേ പോകണം, എൻവയോൺമെൻറ്റൽ ഫ്ലോ നിലനിർത്താനായി കുറേ വെള്ളം പോവുകയും വേണം. അതുകൊണ്ട് കംപ്ലീറ്റ് വെള്ളം എടുക്കാമെന്ന് പറയുന്നത് അപ്രായോഗികമാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അൺസയൻറ്റിഫിക് ആണെന്ന് പറയാം. പക്ഷേ കുറേ വെള്ളം നമുക്ക് ഭൂമിക്കടിയിൽ കടത്തിവിടണ്ടേ? നമ്മുടെ അക്വിഫറുകളെല്ലാം എന്താണ്, ഗ്രൗണ്ട് വാട്ടർ അക്വിഫറുകളെല്ലാം വളരെ കൃത്യമായി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ പൊല്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ വെള്ളമില്ല. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ അക്വിഫറുകളെല്ലാം 3 മീറ്റർ 4 മീറ്ററും താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അക്വിഫറിനെ ഞാൻ മലയാളം പറയുമ്പോൾ നീരട്ടി എന്ന് പറയാം, നീരട്ടി അല്ലെങ്കിൽ ജലസ്തരം എന്നൊക്കെ പറയാം, നമുക്ക് ജലപ്രദം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നീരട്ടിയാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്ക്. അപ്പം നീരിങ്ങനെ അട്ടിയട്ടിയായി കിടക്കുന്ന സ്ഥലമെന്ന് വയ്ക്കുക, വെള്ളം അട്ടിയട്ടിയായിരിക്കുന്ന സ്ഥലം. നീരട്ടിയുടെ അളവ് കുറഞ്ഞു വരികയാണ് ഭൂഗർഭജലത്തിൻ്റെ. അത് എത്രയെന്ന് നമ്മൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ, ഭൂഗർഭജല സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, മുഴുവൻ വെള്ളവും സർഫസ് ഫ്ലോ ആയി ഉപരിതലത്തിലൂടെ ഒഴുക്കി കടലിലേക്ക് വിടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുഴയൊക്കെ ഒരു ഓടയായിട്ട് അങ്ങ് സങ്കല്പിച്ച്, ഒരു കനാലായി സങ്കല്പിച്ച്, പശ്ചിമഘട്ട മലനിരകളിൽ റെയിനി സീസണിൽ വരുന്ന മുഴുവൻ മഴയെയും ഒഴുക്കി നമുക്ക് എവിടെ വിടാം, കടലിലേക്ക് വിടാം. സുഖമല്ലേ? എന്നിട്ട് നമുക്ക് വേനലാകുമ്പോൾ കാത്തിരിക്കാം. എൻവയോൺമെൻറ്റൽ ഹസാർഡായിരിക്കും വരുന്നത്, വലിയ ഡിസാസ്റ്ററാണ് വരുന്നത്. കാരണം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വീഴുന്ന വെള്ളം നദിയിലൂടെ വെറുതെ ഒഴുക്കി കളഞ്ഞാൽ അതിലുണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തം വളരെ വലുതാണ്. എന്താ പാരിസ്ഥിതിക ദുരന്തം? നമ്മുടെ സോയിൽ മോയ്സ്ചറിനെ കവർ ചെയ്യുന്നത്
മണ്ണിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ കഴുകി വൃത്തിയാക്കി അതിൽ നല്ലതും ചീത്തയൊക്കെ തിരിച്ച് അഴുക്ക മാലിന്യങ്ങളെയും നല്ല മാലിന്യം ഉദ്ദേശിച്ചത് ചെടികൾക്കും സസ്യങ്ങൾക്കും ആവശ്യമുള്ളതിനെ അവയ്ക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ ലയിപ്പിച്ചും ലയിപ്പിക്കാതെയും ഒക്കെ എടുത്ത് കൊണ്ടുപോയി പുഴയിലൂടെ തോട്ടിലൂടെ കടലിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് ചെയ്യുന്നത് കരയിൽ വീഴുന്ന വെള്ളമാണ്. അപ്പോൾ കരയിൽ വീഴുന്ന വെള്ളത്തെ വളരെ പെട്ടെന്ന് ചാനലുകൾ ക്ലിയർ ചെയ്ത് ഉടനെ തന്നെ അങ്ങോട്ട് പുഴയിലിറക്കി പുഴയിൽ നിന്ന് കടലിലേക്ക് വിടുക എന്നതാണ് വാട്ടർ മാനേജ്മെന്റായി ആളുകൾ പറയുന്നത്. ഒരു കാരണവശാൽ ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ചെയ്യാനും പാടില്ലാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾ അതിന്റെ പിറകിലാണ്. മണൽ വാരണമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് വാരണം എന്നുള്ള അർത്ഥത്തിലാണ് ചിലർ നിൽക്കുന്നത്. മുച്ചൂട് മുടിക്കുമ്പോൾ എന്ന രീതിയിൽ വാരാം. സിൽറ്റ് എടുക്കണമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സിൽറ്റും എടുക്കണമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു കാച്ച്മെന്റ് ഏരിയ ട്രീറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ വാട്ടർഷെഡ് ബേസ്ഡ് ആയിട്ടുള്ള നീർത്തടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു വിഷയമാണ്. നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും ബയോമാസിനെയും ജൈവസമ്പത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രോജക്റ്റുകളിലൂടെ മാത്രമേ കേരളത്തിന്റെ രക്ഷപിടിക്കാൻ കഴിയുകയുള്ളൂ. മലനാടും ഇടനാടും തീരപ്രദേശവും ഇനി അങ്ങനെയല്ല ക്ലാസിഫിക്കേഷനെങ്കിൽ ഓരോ ആഗ്രോ ക്ലൈമാറ്റിക് സോണുകളും, അതായത് കാർഷിക കാലാവസ്ഥാ പ്രദേശങ്ങളും അവിടുത്തെ ചരിവും മണ്ണിന്റെ തരവും വെള്ളത്തിന്റെ ലഭ്യതയും മഴയുടെ അളവും ഭൂമിശാസ്ത്രവും വെജിറ്റേഷനും സെറ്റിൽമെന്റ് എല്ലാം പരിഗണിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വലിയ പ്ലാനുകൾ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വശത്ത് ഫ്ലഡ്, മറുവശത്ത് ഡ്രോട്ട്, ഇതിനിടയിൽ ഡിസാസ്റ്ററുകളും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലേക്ക്, ഒരു മാനേജ്മെന്റ് പ്ലാനിലേക്ക് കേരളം പോകണം. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്ലാനാണ് കേരളം ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ കേരളത്തിന് 1 മില്ലിമീറ്റർ പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇന്നലെ IIT ബോംബെയിലെയും ഖരഗ്പൂരിലെയും കോട്ടയത്തെ IIT-കളിലൊക്കെ ഉള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെയൊക്കെ ഫലമായി ഇന്നലെ ഒരു മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം ഉൾപ്പെടെയുള്ള വീണ്ടും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇന്നലെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ജലവകുപ്പ് മന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും എല്ലാം ഉണ്ടായിരുന്ന മീറ്റിങ്ങിൽ വെച്ചാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഹോളിസ്റ്റിക്കായി, സമഗ്രമായി, സംയോജിതമായി, ഇൻ്റഗ്രേറ്റഡായി പ്ലാനിനെ കണ്ടില്ല എങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് അനദർ വെരി 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 ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചലനാത്മകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ദീർഘകാലത്ത് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും മണ്ണിനെയും വെള്ളത്തെയും ജൈവസമ്പത്തിനെ മനസ്സിലാക്കുന്ന സൂക്ഷ്മതല പ്ലാനുകൾ ഉണ്ടാവുകയും അവിടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കേരളത്തിലെ നിരവധി എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് വിഭവ ഭൂപടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ജലത്തിന്റെ ഭൂപടമുണ്ട്, അതൊക്കെ എടുക്കണം. അതുപോലെ നീർത്തടാധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്ലോക്കുകളിലും പഞ്ചായത്തുകളിലും. ഇതെല്ലാം എടുത്ത് വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഡ്രെയിനേജ് മാപ്പും ഫ്ലഡ് മാപ്പും എല്ലാം ഉണ്ടാക്കി ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ വെള്ളത്തെ ഒഴുക്കിക്കളയുന്ന ഒറ്റമൂലി സമ്പ്രദായത്തിലൂടെ പോയാൽ പ്രളയകാലത്ത് വെള്ളം പൊക്കമൊക്കെ ഒഴിവാക്കാം നമുക്ക്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വരൾച്ചയാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വരൾച്ചയും വെള്ളപ്പൊക്കവും ഒരു നാണയത്തിൻ്റെ 2 വശമാണ്. അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു വശത്തെ ബലപ്പെടുത്തുകയോ ശക്തിപ്പെടുത്തുകയോ കുറയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. 2 വശവും ഒരുപോലെ ശക്തിപ്പെടുത്തണം.